ഗൈസ് ഇന്ന് പൊങ്കാലയാണ്. ഞങ്ങൾ പൊങ്കാല കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോവുകയാണ്. എന്താണെന്നറിയില്ല, ഇവിടെ ഇങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ്. നോക്കിയിട്ട് വരാം. നല്ല തിരക്കുണ്ട് എന്നൊക്കെ തോന്നി, പക്ഷേ നോർമൽ തിരക്കേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് അധികം പോകാൻ നിന്നില്ല, കാരണം അങ്ങോട്ട് എത്തുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട്. എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. എങ്ങനെയുണ്ട് ആദ്യത്തെ പൊങ്കാല എക്സ്പീരിയൻസ്? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ശരിക്കും കണ്ടിട്ട് പറയാം. പൊങ്കാല തുടങ്ങി, എല്ലാവരും പൊങ്കാല ഇട്ടു. ഞങ്ങൾ തേരാപ്പാര നടക്കാൻ, ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും പോയില്ല. പാളയം പള്ളി കഴിഞ്ഞ് സ്റ്റാച്യു എത്തിയിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അവിടെ എത്തുമില്ലെങ്കില്ല. പക്ഷേ ഭയങ്കര പുകയാണ്. പുകയടിച്ച് കണ്ണൊക്കെ നീറിത്തിറങ്ങി. പൊങ്കാലക്കാർ ഇത്ര സ്നേഹമുള്ള ആൾക്കാരെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സംഭാരം തന്നു, കുപ്പിയിലാക്കി സംഭാരം തന്നു. കണ്ണ് കണ്ണ് തുറക്കാൻ പറ്റണില്ല. ആദ്യത്തെ എക്സ്പീരിയൻസ് കൊള്ളാം. എങ്ങനെ സെറ്റായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെയാണോ? അവരൊക്കെ പയ്യെ നടന്നു വരുന്നേ ഉള്ളൂ. എല്ലാവരുടെയും കണ്ണ് തുറക്കാൻ പറ്റണില്ല. വെറുതെ റോഡിലൂടെ നടന്നാൽ മതി, നമുക്ക് പലതും കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്നേഹമുള്ള നാട്ടുകാരാ, അടിപൊളിയാണ്. എല്ലാരും തിരുവനന്തപുരത്ത് വരണം. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ നടന്ന് ഏകദേശം ആറ്റുകാൽ എത്തിയില്ല, കിഴക്കേക്കോട്ട എത്തി. കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇത് കാണാൻ പറ്റിയത് വലിയൊരു കാര്യമാണ്. മനം നിറഞ്ഞ് കണ്ണെന്ന് വെള്ളം വരുന്നു കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് പത്മനാഭന്റെ അടുത്ത് എത്തി. ഞങ്ങള് എല്ലാരും കരഞ്ഞെത്തി. ഒരുപാട് സന്തോഷം. ഒരുപാട് നടന്ന് ഞങ്ങൾ അവസാനം പത്മനാഭന്റെ അടുത്തെത്തി. അവള് ചിരിക്കുക. ഒരുപാട്
ഭയങ്കരമായിട്ട് ക്ഷണിച്ചു. രാവിലെ 9 മണി വരെ നടക്കാൻ തുടങ്ങിയതാണ്. 1 മണി വരെ നടന്നു. ആർക്ക് വയ്യാതായി എന്നൊക്കെ പറയുന്നുണ്ട്. 5 പേരായിട്ട് തുടങ്ങിയ ജേണിയാണ്. ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമായി. ബാക്കി 2 പേര് ഹോസ്റ്റലിലേക്ക് പോയി. ഒരുപാട് നടന്ന് ക്ഷണിച്ചു. വെള്ളം കുടിക്കുക, ഹോസ്റ്റലിൽ പോവുക, കിടന്നുറങ്ങുക, അത് മാത്രമേ ഉള്ളൂ ഇനി പ്ലാൻ. ശരണ്യ സുരേഷ് വന്നു കേസ്. ഞങ്ങള് തുടങ്ങി. 3 പേരെ ഞങ്ങൾ എവിടെയോ എത്തിപ്പെട്ടിരിക്കുന്നു. ഒരു ജ്യൂസ് കടയിൽ ശരണ്യയുടെ ഗൈഡൻസും ഞങ്ങളെ പാറ്റയാൽ എത്തിയിരിക്കുന്നു. പാപ്പനങ്ങോട് പോകണ്ട. ഞങ്ങള് അട്ടക്കുളങ്ങരയിൽ നിന്ന് തിരിഞ്ഞ് ആറ്റുകാലം മണക്കാട്. സ്ഥലം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇനി ഒരു ജ്യൂസ് കുടിക്കുക, നേരെ ഹോസ്റ്റലിൽ പോവുക, കിടന്നുറങ്ങുക, ഇത് മാത്രമാണ് പ്ലാൻ. 4 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഷേക്ക് കുടിക്കാൻ കയറി ഞങ്ങൾ 3 ഷേക്ക് കുടിച്ചു. ഞങ്ങൾ പൊങ്കാലിട്ട് കയ്യോടെ തിരിച്ചടക്കുന്നു. ഞങ്ങൾ പൊങ്കാലൊന്നും ഇട്ടില്ല, ബട്ട് എന്താ പറയാ, ഞങ്ങൾ അവരുടെ കൂടെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി നിന്നു. ഷേക്ക് കുടിച്ചിട്ട് വീണ്ടും വെള്ളം തേച്ച് വെച്ചു. ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമാവത്തില്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. ബസ് കിട്ടുമെന്നാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. കഴിഞ്ഞു പൊങ്കാല. കുപ്പി മാത്രമുണ്ട്, വേറെ ഒന്നും കാര്യമായിട്ടില്ല. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു പൊങ്കാല എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. എല്ലാം കണ്ടു ആസ്വദിച്ചു. ഇപ്രാവശ്യം പൊങ്കാല എങ്ങനെയൊക്കെയായെന്ന് എല്ലാ സ്ഥലവും കണ്ടു. ഇനി അടുത്ത ഞങ്ങൾ പൊങ്കാല ഇടും. യെസ്, അടുത്ത പ്രാവശ്യം ഞങ്ങൾ പൊങ്കാല ഇടും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് എന്താ പറയാ, ദൂരം നടന്നെങ്കിലും പക്ഷെ നടന്നതിന്റെ ഒരു ഇതൊന്നും ഇല്ല. നടന്ന് കണ്ടു. ബസ്സിൽ വന്നപ്പോഴാണ് സമയം അറിഞ്ഞത്. ബസ്സിൽ വന്നപ്പോഴാണ് നല്ല ബ്ലോക്കായിരുന്നു. നല്ല തിക്കും തിരക്കും ഉണ്ട്. ഈ കഷ്ടതകൾ സഹിച്ച് അവർ പൊങ്കാല ഇടുന്നില്ലേ? സത്യം. തിരിച്ചു കഴിഞ്ഞ ഇത്ര ദൂരത്തുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഹോസ്റ്റലിൽ ചെയ്യണം, കിടന്നുറങ്ങണം, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ബോഗൻവില്ലയൊക്കെ പൂത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ വേറെ പൂത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു എന്താണ് ഇതിന്റെ കളറ്? പിങ്ക്. മറ്റേത് അതിന്റെ ക്ലിയർ അല്ലടി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.